ഒരു നാളും നമ്മെ കൈവിടാതെ കരം പിടിച്ച് മരുഭൂമിയിൽ ഇന്നുവരെ നടത്തിയവനും അവസാനത്തോളം നടത്തുവാൻ ശക്തനുമായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള നമ്മുടെ ആത്മീയ സംഗമം നമുക്ക് സന്തോഷകരം ആനന്ദകരമാക്കി തീർക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇടയിൽ പലരും രോഗികളായിട്ടും മറ്റും ഭാരപ്പെടുന്നു. ചിലർ ആശുപത്രികളിൽ ആയിരിക്കുന്നു. കർത്താവ് അവരെയൊക്കെ വേഗത്തിൽ വിടുവിച്ച് ആരോഗ്യത്തോടെ ഭവനങ്ങളിലേക്ക് മടക്കി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തൃ ശുശ്രൂഷകന്മാരെ പൂർവാധികം ശക്തിയോടെ ദൈവം നിലനിർത്തി ഉപയോഗിക്കട്ടെ. തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഓരോരുത്തരെയും ദൈവം പിന്നെയും ആക്കി തീർക്കട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിക്കുന്ന തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. സ്തോത്രം. ഒരു വലിയ സാധ്യതയാണ് അവിടെ നമുക്ക് മുന്നറിയിപ്പായി നൽകപ്പെട്ടിരിക്കുന്നത്. ഒഴുകിപ്പോകാനുള്ള സാധ്യത. അത് സംഭവിക്കാതിരിക്കുവാനുള്ള ബുദ്ധിയുപദേശം അവിടെയുണ്ട്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഈ 2 പ്രധാനപ്പെട്ട ചിന്തകളാണ് 1-ാമത്തെ വാക്യത്തിൽ നമുക്കുള്ളത്. ഇന്നലെ നമ്മൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്, നമുക്ക് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്നുള്ളതായിരുന്നു ചിന്തിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച ദൈവരാജ്യ സ്വർഗരാജ്യത്തിൻ്റെ ഉപമയിലെ ആദ്യത്തെ ഉപമയായ വിതയ്ക്കുന്നവൻ്റെ ദൃഷ്ടാന്തത്തിൽ നിന്ന് പഠിച്ചു. വഴിയരികിൽ വീണ വിത്ത് പോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമായി തീരുന്നു. നമ്മുടെ ജീവിതം തുറന്നു കിടക്കുന്ന ഒരു വഴി പോലെ, ആർക്കും എപ്പോഴും വരാവുന്ന, അവിടെ കിടക്കുന്നത് എന്തും ആർക്കും എടുത്തുകൊണ്ട് പോകാവുന്ന, കെട്ടിയടച്ചിട്ടില്ലാത്ത ഒരു പൊതുവഴിയായിട്ട് പലപ്പോഴും തീരുന്നു. അതായിരുന്നു നാം ഇന്നലെ ചിന്തിച്ചത്. ഒരിക്കലും നമ്മുടെ ജീവിതം അങ്ങനെയാകരുത്. ഒരു പൊതുവഴിയാകാതെ നമ്മുടെ ജീവിതം കെട്ടിയടച്ചതാകണം. ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ കെട്ടിയടച്ച തോട്ടം പോലെ. സ്തോത്രം. മതിൽക്കെട്ടുകളുള്ള, വേലികളുള്ള തോട്ടം പോലെ, അടച്ച ഒരു കിണർ പോലെ നാം ആയിരിക്കണം. ദുഷ്ടന് അവൻ്റെ ഇഷ്ടങ്ങളുമായി നമ്മിലേക്ക് പ്രവേശനം ഉണ്ടാകരുത്. അവൻ എപ്പോൾ നമ്മുടെ അടുക്കൽ വന്നാലും നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കണം.
ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാനൊരു കൊച്ചു വീഡിയോ കണ്ടു. ഒരു ഫോക്സ്, ഒരു കുറുക്കൻ ഒരു പൂവൻ കോഴിയെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്നു. പൂവൻ കോഴി പറക്കുന്നു, പക്ഷെ ഒത്തിരി പറക്കാൻ നോക്കത്തില്ലല്ലോ. ഏതായാലും അടുത്ത ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിലോട്ട് ഇത് ചാടിക്കേറി അങ്ങ് നിന്നു. ഈ കുറുക്കൻ ചാടുന്നുണ്ട് മതിലിന്റെ മുകളിൽ കയറാൻ, പക്ഷെ അതിന് സാധിക്കുന്നില്ല. കോഴി ശാന്തനായിട്ട് അതിൻ്റെ പുറത്ത് നിൽക്കുന്നു. AI നിർമ്മിതമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കൊച്ചു ക്ലിപ്പ്. പിശാച് നമ്മെ പാപത്തിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഗോപുരമായ, നമ്മുടെ ദുർഗമായ കർത്താവിൽ അഭയം തേടുന്നെങ്കിൽ സാത്താന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങേറ്റം പപ്പ കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങുമ്പോഴായാലും കുഞ്ഞ് ഓടി അമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണാമല്ലോ. നമുക്ക് എപ്പോൾ അപകടം മണക്കുന്നുവോ അപ്പോൾ കൂടുതൽ കർത്താവിനോട് അടുക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൽ നിന്ന് നാം അകലും തോറും ശത്രുവിന് നമ്മെ പിടിക്കാൻ എളുപ്പമാണ്. കർത്താവിനോട് നാം അടുക്കും തോറും നമ്മുടെ സംരക്ഷണം കർത്താവ് സ്വയം ഏറ്റെടുക്കുന്നു. സ്തോത്രം. അപ്പോ നമ്മുടെ ജീവിതം തുറന്നു കിടക്കുന്ന പൊതുവഴിയാകാതെ അടച്ച് സൂക്ഷിക്കുന്ന ഒരു വീട്, മുറി, അലമാര ഒക്കെ പോലെയായി തീർന്നാൽ ദുഷ്ടന് അവൻ്റെ സാധനങ്ങളുമായി, അവൻ്റെ ചരക്കുകളുമായി നമ്മിലേക്ക് പ്രവേശിക്കുവാൻ കിട്ടാതെ വരും. അപ്പോൾ നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ കിടക്കും. സ്തോത്രം. സൂക്ഷിക്കപ്പെടും. ആ അനുഭവമാണ് നാം ഇന്നലെ ചിന്തിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് നാം ഒഴുകിപ്പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇന്നലെ ചിന്തിച്ചത്. നമുക്ക് ഇന്നലെ സംശയ നിവാരണത്തിനൊന്നും അവസരമുണ്ടായില്ല. എന്തെങ്കിലും ഇന്നലെ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ഒന്നാണ് പ്രധാനമായും നാം ഇന്നലെ ആ ഉപമയിൽ നിന്നും ചിന്തിച്ചത്. അതേ ഉപമയിൽ തന്നെ മറ്റ് ചില കാര്യങ്ങൾ പറയുന്നതും നമുക്കറിയാമല്ലോ. മത്തായി 13-ാം അധ്യായത്തിലും മർക്കോസ് 4-ാം അധ്യായത്തിലുമായിട്ടാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. മത്തായി 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വീണ്ടും പോകാം. അതിൻ്റെ 3 മുതൽ 9 വരെയാണ് ഉപമ. എന്നാൽ അതിൻ്റെ 18 മുതൽക്കാണ് വ്യാഖ്യാനം. The parable is recorded in Matthew 13, 3-9 or 1-9 we can say. And the interpretation is in the same chapter, verses from 18. അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിട്ടേക്കാമല്ലോ. 18 and 19. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. വഴിയരികെ വിതയ്ക്കപ്പെട്ടത്.
വചനം കേൾക്കുന്നു, പക്ഷേ ഗ്രഹിക്കുന്നില്ല, അകത്തേക്ക് ഇറങ്ങുന്നില്ല, മുകളിൽ തന്നെ കിടക്കുന്നു. എന്താ അകത്തേക്ക് ഇറങ്ങാത്തത്? മറ്റ് പലതും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ, ചിന്തകളിൽ, വികാരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അകത്തേക്ക് ഈ വചനം ഇറങ്ങുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നലത്തെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ വെച്ച് ഒരാൾ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ വിഷയം. ചിലർ വരുന്നു, എല്ലാ യോഗങ്ങൾക്കും വരും, പക്ഷെ യാതൊരു മാറ്റങ്ങളില്ല. ഇന്നും ഞാൻ ഒരു വ്യക്തിയെപ്പറ്റി മറ്റൊരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞ കാര്യം, സഭയിൽ വളരെ ഉച്ചത്തിൽ പാടുന്ന, ഉച്ചത്തിൽ കൈകൊട്ടുന്ന, ഒത്തിരി ഉണർവൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന, പ്രസംഗകന്റെ ശബ്ദം ഉയർന്നാൽ കൈയൊക്കെ ഉയർത്തി ഹല്ലേലൂയൊക്കെ പറയുന്ന ഒരു വ്യക്തി. സുവിശേഷം പറയാനൊക്കെ ഭയങ്കര താല്പര്യം, ആരോടും സുവിശേഷം പറയും. ഉന്നത പദവികളിലുള്ള രാഷ്ട്രീയ നേതാക്കളോട് പോലും, അല്പം അങ്ങനെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളോട് അടുപ്പമുള്ള അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അവരോട് പോലും സുവിശേഷം പറയും. പക്ഷേ എത്ര ദൈവവചനം കേട്ടിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഇതൊന്നും അകത്തേക്ക് പോകുന്നില്ല. അസാൻമാർഗികമായ ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഉപദേശിച്ചിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വ്യക്തി. ഇന്നും ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. അല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആരാണ്ടയുടെ കുറ്റം പറഞ്ഞെന്ന് ധരിക്കരുത്. ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഈ വിഷയം ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചത്. ഞാൻ വളരെ നേരം യാത്ര ചെയ്തപ്പോഴും ഒക്കെ ഓർത്തു, കേൾക്കുന്ന വചനം അകത്തേക്കിറങ്ങുന്നില്ല. അതാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവ് പറഞ്ഞു, ഒരാൾ വചനം കേൾക്കുന്നു, പക്ഷേ ഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് പോലും സാധിക്കുന്നില്ല. സ്തോത്രം. നമുക്ക് ആ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തോടനുബന്ധിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യവും കൂടെ വായിച്ചിട്ട് മത്തായി 13 തിരികെ എത്താം. യാക്കോബ് 1 അധ്യായം 21 വാക്യം, 121. ജെയിംസ്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. കണ്ടോ? വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. പക്ഷേ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാത്ത, വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കാത്ത അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണുന്നത്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വചനവും കൂടെ ഈ സമയത്ത് ഓർമ്മ വരുന്നു. യെശയ്യാ 66 അധ്യായം 2 വാക്യം. ഐശയ്യാ 66:2. 66:2. എന്റെ കൈ
ഇതൊക്കെയും ഉണ്ടാക്കി. അങ്ങനെയാവുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. സ്തോത്രം. എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്ന, ഭയപ്പെടുന്ന സ്വഭാവം. ഇപ്പോൾ അന്നമ്മ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ കേട്ടല്ലോ, ദൈവവചനം കേട്ട് ഭയപ്പെട്ടു പോയി. ഉണ്ടാവണം നമ്മുടെ ഹൃദയത്തിനകത്ത്. തിരുവചനം നമ്മെ വിറപ്പിക്കണം. ആ ഒരു വിറയൽ എന്ന് വച്ചാൽ ഒരു പോസിറ്റീവ് ഫിയർ, നമ്മൾ ഉണ്ടാകേണ്ട ഒരു ഭയമാണത്. ഉണ്ടാകാൻ പാടില്ലാത്ത ഭയങ്ങളുണ്ട്, ഉണ്ടാകേണ്ട ഭയങ്ങളുണ്ട്. ഇത് ഉണ്ടാകേണ്ട ഭയത്തിൽപ്പെട്ടതാണ്. വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുക. സ്തോത്രം. ഒരു തെളിവും കൂടെ തന്നിട്ട് പോയേക്കാം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം. എസ്ര 9:4. എസ്ര 9:4. പ്രവാസികളുടെ അകൃത്യ നിമിത്തം ഇസ്രായേൽ ദൈവത്തിന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെയൊക്കെയും എന്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. സ്തോത്രം. സുജ വായിച്ചായിരുന്നെങ്കിൽ ഇങ്ങ് കേട്ടില്ല കേട്ടോ, ശബ്ദമൊന്നും വന്നില്ല അവിടുന്ന്. എസ്ര ഇസ്രായേൽ ജനം, യഹൂദ ജനത്തെ ബാബിലോണിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് ദേവാലയവും അവരുടെ വിശ്വാസവുമൊക്കെ പണിതെടുക്കുന്ന സന്ദർഭത്തിലെ കാര്യമാണ്. എസ്ര ഒരു പുരോഹിതനും ന്യായശാസ്ത്രിയും സ്ക്രൈബ് ഒക്കെ ആയിരുന്നല്ലോ. വചനം വായിക്കുകയും തെളിയിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ എസ്രയുടെ പുസ്തകത്തിലുണ്ട്, മഴ നനഞ്ഞുകൊണ്ടും മണിക്കൂറുകൾ ജനം നിന്ന് വചനം കേട്ടു. എന്നിട്ട് ആ വചനം അവർ അനുസരിക്കുമെന്ന് വചനത്തിങ്കൽ വിറച്ചുകൊണ്ട് അടുത്തു വന്ന് തീരുമാനമെടുത്തു. വചനം അനുസരിക്കുവാൻ തയ്യാറാകുന്ന, വചനം ഉൾക്കൊള്ളുന്ന, സൗമ്യതയോടെ കൈക്കൊള്ളുന്ന അവസ്ഥ. അപ്പം കേട്ടത് ശ്രദ്ധയോടെ കരുതാൻ കഴിയാതെ ഒഴുകിപ്പോകുവാനുള്ള ഒന്നാമത്തെ കാരണം, വിതയ്ക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിത്ത് വീണ ആദ്യത്തെ നിലമായ പൊതുവഴി പോലെ നമ്മുടെ ജീവിതം സാത്താന് യഥേഷ്ടം കയറി ഇറങ്ങാൻ കഴിയുന്ന പൊതു ഇടമായി നാം തുറന്നിടുന്നു. അതുകൊണ്ട് കേൾക്കുന്ന വചനം ഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്നു. മറുമരുന്ന് പ്രവാചകന്മാർ പറഞ്ഞു, യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുക. യാക്കോബ് പറഞ്ഞു, നമ്മെ രക്ഷിപ്പാൻ പര്യാപ്തമായ ഉൾനട്ട വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ആ വചനം കൈക്കൊള്ളും തോറും നാം നമ്മുടെ മനസ്സിൽ നിന്ന് എന്തൊക്കെ വിട്ടുകളയണമെന്നും കൂടെയാ യാക്കോബ് പറഞ്ഞത്. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും. സ്തോത്രം. ആദ്യത്തെ ദിവസവും നമ്മൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനം ഒന്ന് സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പം എഴുതി കാണിക്കും, സ്ഥലമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഇതുപോലെ നമ്മുടെ അകത്ത് അനാവശ്യമായ ഒത്തിരി കാര്യങ്ങൾ ഇരിക്കുക.
ഞങ്ങളെ ഉപദേശിമാരായതുകൊണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പോൾ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് പാസ്റ്റേഴ്സിനുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വീട് മാറണം. 11 മാസത്തേക്ക് ഒരു വീട് കിട്ടും. ഓരോ 11 മാസവും ചിലർ എഗ്രിമെൻ്റ് പുതുക്കി തരും. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഏതായാലും 3-4 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഓണറ് ഓരോ വർഷവും പുതുക്കി തരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ 11 മാസം കഴിയുമ്പോൾ അടുത്ത വീട് അന്വേഷിച്ച് പോകണം. ഈ ട്രാൻസ്ഫർ കൊണ്ടും വീട് മാറ്റം കൊണ്ടും ഒരു ഗുണമുണ്ട്. ഈ അടുക്കിപ്പെറുക്കിയൊക്കെ വരുമ്പം അത്യാവശ്യം ഇല്ലാത്ത സാധനമൊക്കെ എടുത്തങ്ങ് കളയും. അത്യാവശ്യമുള്ളതേ സൂക്ഷിക്കും. അല്ലാത്തപ്പോൾ എന്താ, കിട്ടുന്ന കുപ്പിയും കവറുകളും വരെ ചിലപ്പോൾ ഇങ്ങനെ വെച്ചേക്കും. എന്തെങ്കിലും ഉപകാരപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കും. ഉപകാരപ്പെടുമോ അതൊന്നുമില്ല. ഇതിനി അങ്ങനെ സാധനം ഉണ്ടെന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഈ കെട്ടിപ്പെറുക്കി വരുമ്പോൾ ഇങ്ങനെ സാധനം വന്നു, ഇതെല്ലാം കൂടി ഇനിയുണ്ടല്ലോ ലഗേജ്, പോട്ടെ എന്നും പറഞ്ഞ് അതങ്ങ് കളയും. അപ്പോൾ അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ കളയുവാൻ ഈ ഒരു കെട്ടിപ്പറിക്കലും വീടുമാറ്റവും സഹായകരമാകുന്നു. പറഞ്ഞു വന്നത്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമല്ലാത്ത കാര്യങ്ങളെ സൂക്ഷിക്കാതെ അതിനെ മാറ്റിക്കളഞ്ഞാൽ നാം കേൾക്കുന്ന വചനത്തിന് ഉൾനടാൻ, അത് ആഴത്തിൽ ഇറങ്ങാൻ സ്ഥലമുണ്ടാകും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്ത് എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ചിലപ്പം ഈ വെള്ളവും ആഹാരവും ഒക്കെ കൊണ്ട് വരുന്ന ഒരു സഞ്ചി കാണും. ചിലപ്പം വല്ല ബിഗ് ഷോപ്പറായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ബാഗ് വല്ലതും ആയിരിക്കും. ചിലപ്പോൾ ഇതെല്ലാം കൂടെ അതിനകത്ത് കുത്തിത്തിരികി വെച്ച് ഇത് അടയത്തില്ല. ഒന്ന് പിടിക്കാൻ പോലും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, വാ തുറന്നിരിക്കുകയായിരിക്കും സഞ്ചി. പിടിക്കാൻ പോലും ഒക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ചിരടൊക്കെ ഇട്ട് കെട്ടിയ ചിലപ്പോൾ ഇത് ഒന്ന് പിടിച്ചു വെക്കുന്നത്. അന്നേരം പറയും, സാരമില്ല, ഇനിയിപ്പം വണ്ടിയിൽ കയറി കഴിയുമ്പം ഇതിൽ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അങ്ങ് തീരും, അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും കാലിയാകും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തേക്കൊന്നും ഇറങ്ങത്തില്ല. ദൈവവചനം സ്വീകരിപ്പാൻ കഴിയാതെ വരും. സ്തോത്രം. എന്നാൽ ഇസ്രായേൽ മക്കളെ, പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദരെ പോലെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറച്ചും കൊണ്ട് എന്തു വില കൊടുത്തും വചനം അനുസരിക്കുവാൻ നാം തയ്യാറാകണം. എസ്രായുടെ കാലത്ത് യഹൂദന്മാർ പ്രവാസത്തിൽ വെച്ച് യഹൂദരല്ലാത്തവരെ വിവാഹം കഴിച്ചു, മക്കളും ഉണ്ടായി. വർഷങ്ങളായിട്ട് അവർ കുടുംബജീവിതം സ്വൈര്യമായി കഴിയുന്നു. അപ്പോഴാണ് ഇത് പാപമാണെന്ന് ന്യായപ്രമാണം വെച്ചുകൊണ്ട് എസ്ര പഠിപ്പിച്ചത്. ദൈവവചനത്തിന് മുമ്പിൽ വിറച്ച അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ച യഹൂദന്മാർ ഒരുമിച്ച് വന്ന് എന്തു പറഞ്ഞു? ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചതുപോലും ക്യാൻസൽ ചെയ്യാൻ, റദ്ദാക്കാൻ, ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആ പുസ്തകത്തിലേക്ക് പോകുന്നില്ല. അത്രയ്ക്കും വില കൊടുത്ത് വചനം അനുസരിക്കുവാൻ തയ്യാറാവണം. സ്തോത്രം. അത്രയ്ക്കും വില കൊടുത്ത് അവരാണ് യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവർ. അവരിലേക്ക് വചനം ആഴത്തിലിറങ്ങും. അവർ ഒഴുകിപ്പോകുവാൻ സാധ്യത
കുറവാണ്. സ്തോത്രം. മടങ്ങി വരാം മത്തായി 13. രണ്ടാമത്തേത് പാറസ്ഥലത്ത് വീണ വിത്തുകൾ. അതിനെക്കുറിച്ചാണ് 20-ാമത്തെ വാക്യം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. ക്ഷണികനത്രേ. കേൾക്കുമ്പം ഭയങ്കര സന്തോഷ. സ്തോത്രം. അപ്പം ഇത് കേൾക്കുമ്പോൾ സന്തോഷമാ, അത് കൈക്കൊള്ളും. പക്ഷേ അല്പസമയത്തെ ആയുസേ കാണുകയുള്ളൂ. സ്തോത്രം. അല്പസമയത്തെ ആയുസ്, പിന്നെ അതങ്ങ് മറന്നുപോകും. സ്തോത്രം. യെസ്, ഓഫ് കോഴ്സ് സിസ്റ്റർ. വളരെ ചിന്തനീയമായ ഭാഗമാണ് ഇസ്രായേലിലെ മടങ്ങി വന്ന പ്രവാസികളുടെ മാനസാന്തരം. സ്തോത്രം. വളരെ പെട്ടെന്ന് അതിന് പറയുന്നത് ആരംഭശൂരത്വം എന്നൊക്കെയാണ്. പലരും പാറപ്പുറത്തുകാരാകുന്ന ഒരു സമയമായത്. ഡിസംബർ 31, ജനുവരി ആദ്യത്തെ ആഴ്ചകൾ പാറപ്പുറത്തുകാരാകും. ഡിസംബർ അവസാന ആഴ്ചകളിൽ ചെറുതും വലുതുമായ ഉപവാസ പ്രാർത്ഥനകൾ, ഗസ്റ്റുകളെ വിളിച്ചിട്ടുള്ള പ്രത്യേക യോഗങ്ങൾ, പിന്നെ പുതിയ പുതിയ തീരുമാനങ്ങൾ, പുതിയ വർഷത്തേക്കുള്ള ന്യൂ ഇയർ മെസ്സേജ് എന്നും പറഞ്ഞുള്ള സന്ദേശങ്ങൾ, ഇതൊക്കെ കേട്ട് ഭയങ്കര ഉത്സാഹത്തിലാണ്. ചിലർ ഈ ഡിസംബർ അവസാന സമയങ്ങളിൽ അവധിയെടുത്തൊക്കെ ഇരുന്ന് കുടുംബമായും സഭയായും കൂട്ടായ്മയൊക്കെ ആചരിച്ച് ഭയങ്കര ഉത്തേജിപ്പിക്കപ്പെട്ട നിലയിലാണ്. എത്ര ദിവസം നിൽക്കും ഇത്? സ്തോത്രം. ഞാനൊരു സ്ഥലവും സഭയും ഒന്നും ഞാൻ പറയത്തില്ല, സമയവും പറയത്തില്ല. അപ്പോൾ ചിലർക്കെങ്കിലും പിടികിട്ടും. ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം. ഒരു സ്ഥലത്ത് തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. അവർ തന്നെ എനിക്ക് വിഷയവും തന്നു. ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 5 ദിവസത്തെയോ മറ്റോ ക്ലാസ് ആയിരുന്നു. എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കും തന്ന വെളിപ്പാടിനും അനുസരിച്ച് ഞാൻ 5 ദിവസങ്ങൾ അവിടെ ശുശ്രൂഷിച്ചു. ആദ്യത്തെ ദിവസത്തെ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ പാസ്റ്റർക്കൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്നതും ചർച്ചിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ചർച്ചിലേക്കും ആ ദിവസങ്ങൾ താമസിക്കുന്നതും. ആദ്യത്തെ ദിവസം തന്നെ യോഗം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ദൈവവചനം വളരെ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ള നിലയിൽ എന്നോട് സംസാരിച്ചു. എനിക്കും കർത്താവിന് സ്തോത്രം ചെയ്യത്തക്കതുപോലെ സന്തോഷകരമായി. കർത്താവെ, വചനം ജനത്തോട് ഇടപെടുന്നല്ലോ. സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ അത് തീവ്രമായി. ചിലര് വൈകുന്നേരം മാത്രമേ മീറ്റിംഗ് ഉള്ളൂ, പകലില്ല. ചിലര് പകല് ഓഫീസിൽ പോയിട്ട് അവർക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അവര് ഈ പാസ്റ്ററെ ഫോൺ വിളിച്ചു. ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് ഞങ്ങളുടെ അടുക്കൽ വന്നു. കരഞ്ഞോണ്ടാ വരുന്നേ. ഇപ്പം ജോലി വിടാൻ പോവാ. ഇനി എനിക്ക് ജോലി ചെയ്യണ്ട, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്താൽ മതി. കർത്താവിൻ്റെ വേല ചെയ്താൽ മതി. ഒരാളല്ല, ആ ചർച്ചിലെ പലരും. ഞാൻ ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് ചിലർ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ കൂടെ വരിക, പാസ്റ്ററിൻ്റെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ വചനമൊക്കെ പഠിച്ച് കർത്താവിന് വേല ചെയ്യണം.
അതെനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പലരും പല സമയത്തും വരാറും നിൽക്കാറും ഉള്ളതുകൊണ്ട് അത് യൂസ് ടു ആണ്, കുഴപ്പമില്ല. പക്ഷേ ജോലി വിട്ടിട്ട് ഇന്നതുപോലെയൊക്കെ ഇറങ്ങുക ഒരാളല്ല, പലരും. ഞാനാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇവരെ ആരെയും ആഹ്വാനം ചെയ്തിട്ടുമില്ല. മിഷൻ ചലഞ്ച് ഒന്നും ഞാൻ പ്രസംഗിച്ചില്ല. മിഷൻ ചലഞ്ച് സാധാരണ ഉണ്ടല്ലോ നമ്മുടെ യൂത്ത് മീറ്റിങ്ങുകളിലും കൺവെൻഷനുകളിലും ഒക്കെ. മിഷൻ ചലഞ്ച് എന്നും പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ പ്രബോധിപ്പിച്ച് തീരുമാനത്തിലേക്ക് വരുത്തി അവരെ മാറ്റി നിർത്തി കൈവെക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അങ്ങനെ ഒരു സെഷൻ ക്യാമ്പുകളിലൊക്കെ ഉണ്ട്, മിഷൻ ചാലഞ്ച്. ഞാൻ അതൊന്നും ചെയ്തില്ല. സാധാരണപ്പെട്ട 1 മണിക്കൂറോ 1 മണിക്കൂർ 10 മിനിറ്റോ ഉള്ള ഒരു സെഷൻ. അവരെനിക്ക് തന്ന ഒരു വിഷയം, ഞാനത് ബൈബിൾ ക്ലാസ് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ദൈവാത്മാവ് ക്രിയ ചെയ്യുന്നുണ്ടാവുന്നു. പക്ഷേ കർത്താവ് എനിക്കൊരു ആലോചന തന്നു, ഇവരോട് നോ പറയണ്ട, കാരണം ഞാൻ പ്രസംഗിച്ചത് ഇവരോട്. എന്നാൽ കർത്താവ് എനിക്കൊരു ആലോചന തന്നു, ഞാനത് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇപ്പോൾ ഏതായാലും റെസിഗ്നേഷൻ വെക്കണ്ട. ഞാൻ ഈ നിയമിക്കപ്പെട്ട ദിവസങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരികെ എൻ്റെ സ്ഥലത്തേക്ക് പോകും. നമ്മുടെ ഈ യോഗങ്ങൾ തീർന്നിട്ട് 1 മാസം കൂടെ നിങ്ങൾ കാത്തു നിൽക്കുക. ആ 1 മാസവും കൂടെ ഇതേ പ്രചോദനം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. റെസിഗ്നേഷൻ ആണെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കുക, രാജിവെക്കുക. നിങ്ങൾ എൻ്റെ അടുക്കലാണെങ്കിൽ എൻ്റെ അടുക്കൽ വാ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോവും, കർത്താവിൻ്റെ വേല ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് യോഗം കഴിഞ്ഞൊക്കെ തിരികെ വന്ന് ഇപ്പോൾ ചില വർഷങ്ങളായി ആരും വന്നിട്ടില്ല കേട്ടോ. അതിൽ 1-2 പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിന്നീട് ഇറങ്ങി. പക്ഷെ ഈ പറഞ്ഞ കക്ഷികൾ ആരും 1 മാസം പോലും ഈ ഒരു ഉണർവ് ഇവരിൽ നിലനിന്നില്ല. ഇതാണ് പാറപ്പുറത്തുകാരുടെ, പാറപ്പുറം വീട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഇവിടുത്തെ പാറ സ്ഥലത്ത് വീണ വിത്തിൻ്റെ കാര്യം ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. വീട്ടുപേരും അങ്ങനെയുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സന്തോഷവും ആവേശവുമായിട്ട് ഉൾക്കൊള്ളും. പക്ഷേ അല്പസമയം കഴിയുമ്പം ആ ഒരു സന്തോഷമൊക്കെ അങ്ങ് പോകും. തീരുമാനമൊക്കെ ചിലരെടുക്കും. ഞാനിപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ഒരു പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഒരു ഓൾട്ടർ കോൾ കൊടുക്കത്തില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താൽ പിന്നെ നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടെങ്കിൽ അതിന് തക്ക മ്യൂസിക്കും കൂടെ അങ്ങോട്ട് ഇട്ട് തന്നാൽ ചിലർ തന്നെ എഴുന്നേക്കും, സമർപ്പിക്കാനായിട്ട് വരും. കാര്യമില്ല ഇതിൽ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദൈവദാസൻ ഇന്നലെ, ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നെന്ന്, ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയുകയായിരുന്നു, അദ്ദേഹം കേരളത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചു, ബൈബിൾ സ്കൂളുകളിൽ മിഷനറി ചാപ്പലുകളുണ്ട്, മിഷൻ വീക്സ് ഉണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയെ കൊണ്ടുവന്ന് അവിടെ യോഗമൊക്കെ നടത്തി. അവരുടെ ക്ലാസ്സിൽ എനിക്കൊന്ന് 26 28 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്ന മിഷനറി പ്രസംഗം കഴിഞ്ഞിട്ട് വോൾട്ടർ കോൾ കൊടുത്തു, നോർത്ത് ഇന്ത്യക്ക് സുവിശേഷ വേലയ്ക്ക് പോകുവാൻ ആരുണ്ട്? ഞങ്ങളുടെ ഈ പാസ്റ്റർ ഒഴികെ ബാക്കിയുള്ള 27 പേരും എഴുന്നേറ്റു. 27 28 എൻ്റെ ഓർമ്മ, കണക്ക് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക. ഇദ്ദേഹം മാത്രം എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളി മാത്രം അവിടെ ഇരുന്നു. ബാക്കി എല്ലാ സ്റ്റുഡൻസും കയ്യും പൊക്കി എഴുന്നേറ്റു, നോർത്ത് ഇന്ത്യക്ക് പോകാം. ഇന്നലെ അദ്ദേഹം പറയായിരുന്നു, അവർ 27 പേരും ഇന്നും കേരളത്തിൽ തന്നെയാണ്. അന്ന് എഴുന്നേക്കാതിരുന്ന, കൈപൊക്കാതിരുന്ന ഇദ്ദേഹം പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ഉത്തരേന്ത്യയിലേക്ക് വന്നു. വൈകാരികമായ
ഒരു പ്രത്യേക തിരത്തള്ളലിൽ വചനത്തോട് പ്രതികരിക്കുന്നത് നിലനിൽപ്പില്ലാത്ത പ്രതികരണമാണ്. സ്തോത്രം. പാറസ്ഥലത്ത് വീണത് ഒന്ന് ഓർത്തു നോക്കിക്കേ. വചനം കേൾക്കുമ്പോൾ ചില പ്രത്യേക വൈകാരിക അനുഭവങ്ങളിൽ നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും പിന്നീട് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടില്ലേ? മറന്നേ കളഞ്ഞിട്ടില്ലേ? അത് നിമിത്തം നമുക്ക് കേട്ടത് ശ്രദ്ധയോടെ കരുതാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ വരുന്നത് കൊണ്ട് നമ്മൾ ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. ശരിയല്ലേ? ആ ഭാഗങ്ങൾ ക്രമീകരിക്കാൻ തയ്യാറായാൽ നാം ഒഴുകിപ്പോകാതെ സ്ഥിരതയോടെ നിൽക്കുവാൻ സാധ്യമാകും. മൂന്നാമത്തേത് 21-ാമത്തെ വാക്യവും ഇതിനോട് ചേർത്തുള്ളതാണ്. 22-ാമത്തെ വാക്യം ഇനി വായിക്കാം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. സ്തോത്രം. മൂന്നാമത്തേത് മുള്ളിനിടയിലാണ് വിതയ്ക്കപ്പെട്ടത്. മർക്കോസ് 4-ാമത്തെ അധ്യായം 18-19 കൂടെ വായിച്ചോളൂ. മാർക്ക് 4:18-19. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഈ രണ്ട് ഭാഗങ്ങളും കൂടെ ചേർത്ത് വച്ചാൽ മുള്ളിനിടയിൽ വീണ വിത്തുകൾ, അവിടെ നല്ല വളക്കൂറുണ്ട്, നല്ല മണ്ണുണ്ട്, മണ്ണിളക്കമുണ്ട്, എല്ലാം നല്ല അനുകൂല സാഹചര്യങ്ങളാണ് വിത്തിന് മുളയ്ക്കാൻ. വിത്ത് മുളച്ചു, തഴച്ചു വളർന്നു. പക്ഷേ ഈ വിത്തിനോടൊപ്പം തന്നെ അവിടെ തഴച്ചു വളരുന്ന വേറെയും പലതുണ്ട്. ഈ വിത്ത് പുറത്തുനിന്നും അവിടെ വന്നു വീണതാ. എന്നാൽ ആ വിത്തിനൊപ്പം അവിടെ കിളിർക്കുന്ന മറ്റു സാധനങ്ങൾ അവിടെ തന്നെ ഉള്ളതാണ്. അവിടുത്തെ സ്വാഭാവികതകളാണ്. അതിനെയാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്തൊക്കെയാ? ഈ ലോകത്തിന്റെ ചിന്ത, ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, പിന്നെ മോഹങ്ങൾ. സ്തോത്രം. ഇഹലോകത്തിന്റെ ചിന്തകളും മോഹങ്ങളും. അപ്പോൾ നമുക്ക് വചനം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതാൻ കഴിയാതെ പോകുന്നതിന് കാരണം എബ്രായ ലേഖകന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, 12-ാം അധ്യായം അനുസരിച്ച് പറഞ്ഞാൽ, പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളോടുള്ള ആസക്തിയും ആവേശവും. 11-ാമത്തെ അധ്യായത്തിൽ മോശയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നതാണ്. എബ്രായ ലേഖനത്തിൽ മോശ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇന്ന് പലരും ദൈവത്തെ വേണം, അപ്പോൾ തന്നെ പാപത്തിൻ്റെ സുഖങ്ങളെ വിടാൻ മനസ്സില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സ്തോത്രം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ ആരേ ജയിക്കുകയുള്ളൂ? ലോകം, പാപം. അത് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല,
ദൈവവചനത്തേക്കാൾ പാപത്തിന് ശക്തി കൂടുതലായതുകൊണ്ടുമല്ല, പകരം നമ്മുടെ തിരഞ്ഞെടുപ്പ് അതിൽ പ്രസക്തമാണ്. പാപത്തിൻ്റെ സുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കുവാൻ നമ്മിൽ ആത്മീയ ആർജവമുണ്ടാകണം. പക്ഷേ പലർക്കും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാനാണ് താല്പര്യം. ഞാൻ മുമ്പേ പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, സഭയിൽ വരുമ്പോൾ ഭയങ്കര ആത്മീയതയാണ്. സുവിശേഷം പറയാൻ, പാട്ടുപാടാൻ, പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, മനപ്പാഠം പറയാൻ ഒക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ജഡീയമായ താല്പര്യങ്ങൾക്ക് യാതൊരു കുറവുകളുമില്ല. നമ്മൾ നേരത്തെ ഒരിക്കൽ ചിന്തിച്ചതുപോലെ പാർട്ട്-ടൈം ക്രിസ്ത്യാനിറ്റിയാണ്. ഭാഗികമായ ക്രിസ്തീയ ജീവിതം ഇല്ല, അത് പറ്റത്തില്ല. അപ്പോൾ നാം കേൾക്കുന്ന വചനം ഉൾനടാൻ സാധിക്കാതെ, ശ്രദ്ധയോടെ കരുതുവാൻ കഴിയാതെ ഒഴുകിപ്പോകുവാനുള്ള കാരണം മൂന്നാമത്തേതായി നാം ഇവിടെ കാണുന്നത് ലൗകികതയാണ്, ജഡീകതയാണ്, കാണാലിറ്റി. സിൻഫുൾ ക്രേവിങ്സ്. Cravings of the flesh, which are not at all quenched. ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ധാരാളം പേര്, ധാരാളം അവസ്ഥകളുണ്ട്. ദൈവത്തോട് നമുക്ക് സ്നേഹവും താല്പര്യവും ഉണ്ടാകുന്നതിന് അനുസൃതമായി ലോകത്തോടും ജഡത്തോടും പാപത്തോടും വെറുപ്പുണ്ടാകേണ്ടതുണ്ട്. പക്ഷേ പാപത്തോട് വെറുപ്പില്ലാത്ത ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരാണ് ഇന്ന് സഭയിലധികവും. എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കാറുള്ള ഒരു വചനം പത്രോസ് പറയുന്നു. നമ്മൾ പണ്ട് ഗിരിപ്രഭാഷണ സമയത്ത് ആ വചനങ്ങൾ എടുത്ത് ചിന്തിച്ചതായിരുന്നു, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. 2 പത്രോസ് 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചോളൂ. ആ അധ്യായം മുഴുവനും ഉണ്ട്. അതുപോലെ തന്നെ യൂദായുടെ ലേഖനവും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും നാം 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിടുന്നതേ ഉള്ളൂ. 2 Peter എന്നാൽ chapter 2. കള്ളപ്രവാചകന്മാരും വായിച്ചാട്ടെ. ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ അടുത്ത വാക്യം. ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് നിൽക്കണേ സിസ്റ്ററെ, കണ്ടോ? കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പുറത്തുള്ളവരല്ല, അകത്തുള്ളവരുടെ കാര്യമാണ്. കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ പല ലക്ഷണങ്ങളുമാണ്. അതിൽ ഒരെണ്ണം കണ്ടോ? അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവരുടെ ദുഷ്കാമപ്രവർത്തികൾ. ജഡീകമായ താല്പര്യങ്ങൾ,
ലൈംഗികമായ ആസക്തികൾ, ശാരീരികമായ സുഖത്തോടുള്ള അഭിനിവേശം, പാഷൻ ഫോർ സിൻഫുൾ എൻജോയ്മെന്റ്സ്. സഭയ്ക്കകത്തുള്ളവരുടെ കാര്യമാണ്. ഇവരെ പരിശുദ്ധാത്മാവ് കള്ളപ്രവാചകന്മാരെന്നാ വിളിക്കുന്നത്. ഇവർ ശുശ്രൂഷിക്കുന്നതിനൊന്നും പുറകോട്ട് നിൽക്കുന്നവരല്ല. ആത്മീയ വിഷയങ്ങളിൽ മുൻപന്തിയിൽ തന്നെയായിരിക്കും ഇവർ. ഇങ്ങനെ പാപങ്ങളിൽ ജീവിക്കുന്ന ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ആത്മീയതയോട് വിമുഖന്മാരായിരിക്കുന്നത്. ബാക്കിയുള്ളവർ ആത്മീയ വിഷയങ്ങളിൽ വളരെ ഉത്സാഹികളാണ്. പക്ഷേ ആത്മീയത്തിലുള്ള ഉത്സാഹം പോലെയോ അതിലധികമോ ജഡീക താല്പര്യങ്ങളും അവർ തങ്ങളിൽ തന്നെ വച്ചു പുലർത്തുന്നു. ഇനിയും താഴോട്ട് അവരെക്കുറിച്ച് വായിക്കുമ്പോൾ പിന്നെയും നാം കാണുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. കണ്ടോ, താൽക്കാലിക ഭോഗ തൃപ്തി സുഖം എന്ന് അവർ കരുതുന്നു. താൽക്കാലിക ഭോഗതൃപ്തി. വചനം കേട്ടു, വചനം അവരിൽ കിളിർത്തു, അതോടൊപ്പം തന്നെ അവരിൽ വളർന്നു വരുന്ന താല്പര്യമാണ് താൽക്കാലിക ഭോഗം, ജഡീക സുഖം, സിൻഫുൾ പ്ലഷേഴ്സ്, എ ക്രേവിംഗ് ഫോർ സിൻഫുൾ പ്ലഷേഴ്സ്. അതിനോട് അവർ നോ പറയുന്നില്ല, വേണ്ടെന്ന് വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വളരുകയാണ്. ദൈവവചനത്തിൻ്റെ വിത്തും ജഡീകതകളുടെ വിത്തും. പക്ഷേ അവിടെ കൂടുതൽ ശക്തി ആർജിക്കുന്നത് പുറത്തു നിന്നും വന്ന് വീണ് കിളിർക്കുന്ന വിത്തല്ല, ആ മണ്ണിൽ തലമുറകളായി നിൽക്കുന്ന, ആ മണ്ണിനോട് വളരെ ഇഴുകിച്ചേർന്നിട്ടുള്ള ആ സ്വാഭാവികമായ വിത്തുകൾ ആയ കളകൾ, കളങ്കങ്ങൾ, ജഡീകതകൾ, പാപങ്ങൾ, അതാണ് കൂടുതൽ ശക്തി ആർജിക്കുക. കാരണം ഈ പാപം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികതയാണ്. മനുഷ്യന്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് പാപം. സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിൻ്റെ മക്കളാണത്, സ്വദേശികളാണത്. എന്നാൽ ദൈവവചനമോ അത് വിദേശിയ, ഇപ്പോൾ പുറത്തുനിന്നും അകത്തേക്ക് ഇട്ടതാ. അതിന് ഈ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഇഴുകിച്ചേരാൻ സമയമെടുക്കും. അതേസമയം ഈ കളകൾ, ഈ മുള്ളുകൾ അവിടെ തന്നെ തലമുറകളായി കിടന്ന് ആ മണ്ണുമായിട്ട് ഒത്തിരി ഇഴുകിച്ചേർന്നതാണ്, ആ കാലാവസ്ഥയുമായി വളരെ താദാത്മ്യപ്പെട്ടതാണ്. അതിന് വളരാൻ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊക്കെ നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് പോലും, ചെടിച്ചട്ടി
അകത്ത് പോലും ഒരു ചെടി വെച്ചാൽ നമ്മൾ വളവും വെള്ളവും ഒക്കെ ഒഴിക്കും. പക്ഷെ നമ്മൾ നട്ട ചെടി കിളിർക്കുന്നതിന് മുമ്പേ ആ മണ്ണിനകത്തുള്ള കളകൾ കിളിർത്ത് വരും. അത് നമ്മൾ നട്ടതല്ല. ഇനി അതിനൊന്നും ഒരു വളവും വെള്ളവും കൊടുത്തില്ലെങ്കിലും അത് നന്നായിട്ട് വളരും. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ. ഇതുപോലെ ജഡത്തിൻ്റെ പല താല്പര്യങ്ങളും നമ്മുടെ അകത്തേക്ക് കടന്നു കൂടാറില്ലേ? അതെല്ലാം കൂടെ വന്നിട്ട് നമ്മളെ ഞെരിച്ചു കളയുന്നു. നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവവചനത്തെ ഞെരിച്ചു കളയുന്നു. നാം ആഗ്രഹിച്ചിട്ടും ദൈവവചനത്തിന്, ദൈവിക വിഷയങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിന്ന് രാത്രി കർത്താവിനോട് നിലവിളിച്ചു പറയാം, കർത്താവേ, പാപത്തെ വെറുക്കുന്ന ഒരു മനസ്സെനിക്ക് തരണേ. സ്വപ്നത്തിൽ കൂടെ പോലും പാപം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ. സ്തോത്രം. ഒരിക്കലും പാപം എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കരുതേ. എനിക്ക് അങ്ങയുടെ വചനത്തോട്, അങ്ങയുടെ സാന്നിധ്യത്തോട് വലിയ കൊതി തരണമേ. പ്രിയരെ, ഇതൊന്നും നമുക്ക് സ്വയമായി കൾട്ടിവേറ്റ് ചെയ്യാൻ, കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ദൈവം നമ്മിൽ ഇത് തന്നേ പറ്റൂ. നമുക്ക് അതിനുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അതുപോലും ദൈവദത്തമാണെന്ന് മനസ്സിലാക്കണം. If we have a passion for purity, a longing for separation, a desire for undefiled life, that also is from God. And let's pray unto the Lord, please generate in me, O God, a sacred hatred towards sin. Let me be passionate for my God, not for the passions of this world and the pleasures of the flesh. കർത്താവേ, ഒരിക്കലും പാപത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം എന്നിൽ ഉണ്ടാകരുതേ. പകരം പാപത്തെ വെറുത്ത് ജീവിപ്പാൻ, പാപത്തോടുള്ള വിശുദ്ധമായ വെറുപ്പ് എന്നിൽ അങ്ങ് ജനിപ്പിക്കണമേ. സ്തോത്രം. പാപത്തോട് അങ്ങനെയുള്ള വെറുപ്പ് നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ പാപത്തോടും ജഡത്തോടും പാപസുഖങ്ങളോടും കോംപ്രമൈസ് ചെയ്യും, അനുരഞ്ജനം ചെയ്യും. If we don't hate sin, we will compromise with. Never ever be a compromising Christian. As we many a times discussed, that a compromising Christian can never ever be a conquering Christian. നമ്മളിതിനു മുമ്പ് പ്രത്യേകിച്ച് ആത്മീയതയെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ആവർത്തിക്കുന്നു. അനുരഞ്ജനം നടത്തുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ജയാളിയായ ക്രിസ്ത്യാനിയാകുവാൻ കഴിയുകയില്ല. പാപത്തോട് നമുക്ക് വെറുപ്പുണ്ടാകുന്നില്ലെങ്കിൽ നാം പല സന്ദർഭങ്ങളിലും പാപത്തോട് അനുരഞ്ജനം നടത്തും. വെറുപ്പൊന്നും ഇല്ലല്ലോ. സാരമില്ല, വന്നോട്ടെ, ഇരുന്നോട്ടെ, കൂടെ യാത്ര ചെയ്തോട്ടെ എന്നൊക്കെയുള്ള ഒരു നിലപാട് വരും. പാടില്ല.
നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ, കേട്ടതെന്ന് പറയുമ്പോൾ ദൈവവചനം, ക്രിസ്തുവിനെ സംബന്ധിച്ച, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച, നിത്യതയെ സംബന്ധിക്കുന്ന ദൈവീക വിഷയങ്ങൾ, ദൈവവചനം, അതാണ് കേട്ടതെന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ കേട്ട ദൈവവചനത്തെ ശ്രദ്ധയോടെ കരുതാൻ കഴിയാതെ പോകുന്നതിന് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്, പാപത്തോടുള്ള നമ്മുടെ അഭിനിവേശം, പാപത്തോടുള്ള മനുഷ്യന്റെ താല്പര്യം. സ്തോത്രം. പാപത്തോടുള്ള താല്പര്യം. ആ പാപം, അതിനോടുള്ള നമ്മുടെ താല്പര്യം നമ്മുടെ ശ്രദ്ധയെ വലിച്ചു മാറ്റും. ഡിസ്ട്രാക്ഷൻസ്. This passion for sinful pleasures will distract us from God, divine joy, experiencing God's presence. നമ്മുടെ അകത്ത് അന്ധകരണത്തിൽ എവിടെയെങ്കിലും പോലും പാപത്തോടുള്ള ഒരു അഭിനിവേശമുണ്ടെങ്കിൽ, പ്രിയരെ, അത് നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തന്നെ നമുക്ക് പാപത്തോട് വലിയ വെറുപ്പുളവാകട്ടെ. ഒരു തരത്തിലും പാപത്തോട് അനുരഞ്ജനം നടത്താതിരിക്കാം. നമുക്ക് ഒരുമിച്ച് നിലവിളിക്കേണ്ടതാണ്, പാപത്തെ വെറുത്തു ജീവിപ്പാൻ കർത്താവേ, പാപബോധം ഞങ്ങളിൽ തരണമേ. സ്തോത്രം. Generate in me, O God, a sacred hatred towards sin. Let me be never ever passionate for the pleasures of sin and flesh. ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും സുഖങ്ങളോട് വേണ്ട എന്ന് പറവാൻ നമുക്കിടയാകട്ടെ. ആ സമയങ്ങളിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള ബ്രദർ ആർ സ്റ്റാൻലിയുടെ ഒരു ഉദ്ധരണി കൂടെ ഞാൻ ഉദ്ധരിച്ചോട്ടെ. We should be bold enough to say a big no to the self-gratifying desires of the flesh. Second, to self-promoting appeals of this world. And thirdly, self-feeding temptations of the devil. നാം കേട്ടതധികം ശ്രദ്ധയോടെ കരുതണമെങ്കിൽ ആർ സ്റ്റാൻലിയുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുന്നു. 3 കാര്യങ്ങളോട് വളരെ കർക്കശമായി ഇല്ല എന്ന് പറയാൻ, ഒക്കത്തില്ലെന്ന് പറയാൻ, നോ പറയാൻ കഴിയണം. ഒന്നാമത്തേത് എന്താ? ടു ദ self-gratifying desires of the flesh. സ്വയം തൃപ്തിപ്പെടുത്തുന്ന ജഡത്തിൻ്റെ മോഹങ്ങളോട് നോ പറയാൻ, ഒക്കത്തില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. Self-promoting appeals of this world. സ്വയം ഉയർത്തുന്ന, സ്വയം പൊക്കിക്കൊണ്ടുവരുന്ന ഈ ലോകത്തിൻ്റെ ആഹ്വാനങ്ങളോട് എനിക്ക് വേണ്ടെന്ന് പറയാൻ സാധിക്കണം. 3, self-feeding temptations of the devil. സ്വയം തീറ്റിപ്പോറ്റുന്ന പിശാചിന്റെ പ്രലോഭനങ്ങളോടും
നോ എന്ന് പറയാനുള്ള ആത്മീയ ഉൾക്കരുത്ത് നാം ആർജിക്കണം. സ്തോത്രം. നാം കേട്ട ദൈവത്തിൻ്റെ വചനത്തെ ഞെരിച്ചു കളയുവാൻ ഈ ജഡത്തിൻ്റെ മോഹങ്ങളെ അനുവദിക്കരുത്. ലോകത്തിൻ്റെ കാലഗതികളെ അനുവദിക്കരുത്. അനുവദിച്ചാൽ നാം കേട്ട ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയില്ല. നാം കേട്ട വചനം സത്യമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ അതിനെ ഞെരിച്ച് ഇല്ലാതെയാക്കി കളയും. അതിനെ നാം, ഈ ദൈവത്തിൻ്റെ വചനത്തെ നാം വളർത്തിക്കൊണ്ടുവരണം. സ്തോത്രം. അത് നഷ്ടമാകുവാൻ നാം അനുവദിക്കരുത്. പ്രൈസ് ഗോഡ്. വേറെയും കാര്യങ്ങളുണ്ടെങ്കിലും സമയം നമ്മുടേത് തീർന്നതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഇന്നലെയും ഇന്നും നാം ചിന്തിച്ചത് ഒരേ വിഷയമാണ്. നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നതിന് കാരണം, വല്ലപ്പോഴും ഒഴുകിപ്പോകുന്നതിന് കാരണമെന്ത്? കർത്താവ് പഠിപ്പിച്ച ഉപമയിൽ നിന്ന് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഈ രാത്രിയിൽ നമുക്കൊരു സമർപ്പണം ആവശ്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്തി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മിൽ വന്ന വീഴ്ചകളെ കാണുന്നെങ്കിൽ കർത്താവിനോട് ക്ഷമായാചന നടത്താം. ജഡത്തിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് ജീവിച്ചു പോയി കർത്താവേ, അതുകൊണ്ട് ദൈവവചനം പലപ്പോഴും എന്നിൽ ഞെരിഞ്ഞുപോയി, ഫലം കൊടുത്തില്ല, ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കാം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകിയ നമ്മുടെ ദൈവം അതേ രക്തം കൊണ്ട് ഇന്നും നമ്മെ ശുദ്ധീകരിപ്പാൻ മനസ്സുള്ളവനാണ്, നീതിമാനാണ്, വിശ്വസ്തനാണ്. സ്തോത്രം. നാം പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടതില്ല. വി നോ നീഡ് ടു live in the guiltiness of sin. The blood of Jesus Christ is still available for us to clean us, to cleanse us, to wash us, to redeem us. കർത്താവായ യേശു ചൊരിഞ്ഞ രക്തം ഇന്നും നമുക്ക് വേണ്ടി ലഭ്യമാണ്, പര്യാപ്തമാണ്. നമ്മെ കഴുകുവാൻ, നമ്മെ ശുദ്ധീകരിപ്പാൻ ആ രക്തത്തിന് ഇന്നും കഴിയും. വന്ന വീഴ്ചകൾ കർത്താവിനോട് തുറന്നു പറഞ്ഞ് തിരുസന്നിധിയിലേക്ക് വന്നാൽ ഈ രാത്രിയിൽ, സ്തോത്രം, ഈ നിമിഷത്തിൽ തന്നെ പ്രിയരെ, ദൈവവചനത്തെ ഞെരിച്ചു കളയുന്ന മുള്ളുകളെ കർത്താവ് മാറ്റി നമ്മെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി വിളവ് കായ്പാനായിട്ട് സഹായിക്കും. എങ്കിൽ നമ്മൾ കേട്ട വചനം നമ്മിൽ ഉപകാരമായി പരിണമിക്കും. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.